അവിടെ 116 മുസ്ലിം കുട്ടികൾ വേറെയുണ്ട്. അവർക്ക് ഈ പറയുന്ന ഹിജാബ് ധരിച്ച് പരിചയമില്ല. അവർ ജനിച്ചപ്പോൾ മുതൽ അത് ധരിച്ചിട്ടില്ല. അവരുടെ മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടിയാണ് ആ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. CBSE സ്കൂളാണ്. നമുക്കറിയാം സ്റ്റേറ്റ് സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളിന്റെ ഒന്നും നിലവാരമൊന്നുമല്ല. അതിനെക്കാട്ടിയൊക്കെ ഒരുപാട് മുകളിലാണ് CBSE. അതിനെക്കാട്ടിയും മുകളിൽ നിൽക്കുന്ന ഒരുപാട് സിലബസുകൾ, അതായത് ICSE മുതൽ IB വരെ ഉള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പൊ കുട്ടികളുടെ സ്കില്ലിനനുസരിച്ചും മാതാപിതാക്കളുടെ പോക്കറ്റിനനുസരിച്ചും ഒക്കെ സ്കൂളുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പൊ അവരവിടെ വരുന്നത് മതം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മതം പറയുന്ന വേഷം വിട്ട് ജീവിതകാലം മുഴുവൻ തീർക്കാനോ അല്ല, മറിച്ച് പഠിക്കാനാണ് വരുന്നത്. അത്രയും കുട്ടികൾക്ക് ഈ കുട്ടിയെ കൊണ്ട് പ്രശ്നമുണ്ടായി. ഈ കുട്ടി ഹിജാബ് ഇട്ടത് പോരാതെ അവരെയും ഹിജാബ് ഇടാൻ വേണ്ടി നിർബന്ധിച്ചു. ഈ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം അത് ഈ സ്കൂൾ അധികൃതർ പറയുന്ന വീഡിയോ, അവരുടെ CCTV വരെയുണ്ട്. ആ പിള്ളേരുടെ പാരന്റ്സ് വന്ന് പ്രിൻസിപ്പളിനോട് ചോദിച്ചു, ഈ ഹിജാബ് ഇടണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞ് എന്റെ മക്കൾ വന്ന് കംപ്ലൈന്റ് പറയാം, ഞങ്ങൾ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇവിടെ അനുവദിക്കുന്നത്? നമ്മളൊരു കോൺവെന്റിൽ നമ്മുടെ പിള്ളേരെ വിടുന്നത് ഡെക്കറത്തിന്റെയും ഡിസിപ്ലിന്റെയും ആ ഒരു ഇത് കണ്ടിട്ട് അങ്ങനെ നമ്മുടെ പിള്ളേരാകുന്നു വിചാരിച്ചിട്ടാ നിങ്ങൾ എന്താ ഇവിടെ മതം പറയുന്നത്? ഈ സീൻ വന്നപ്പോഴാണ് പ്രിൻസിപ്പൾ അത് ഊരാൻ ആ കുട്ടിയോട് പറഞ്ഞത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതൊന്നും സീനിലേ ഇല്ല. 116 കുട്ടികളുടെ മാനസിക വിഷമം പ്രശ്നമല്ല, ഒരു കുട്ടിയുടെ മാനസിക വിഷമമാണ് പ്രശ്നം.